അരുളി ചെയ്ത കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. അത് നിങ്ങൾക്ക് ഈ ലോകത്ത് വെച്ച് മാത്രമല്ല, നിത്യത വരെ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടും. നിത്യത വേറെ, ഐഹിക ജീവിതം വേറെ, അങ്ങനെയില്ല. ഇഹത്തിലെ ജീവിതം ഒന്ന്, നിത്യത വേറെ ഒന്ന്, അങ്ങനെയില്ല. തമ്മിൽ ഭയങ്കര കണക്റ്റഡാണ്. ഇഹലോക ജീവിതത്തിൽ എങ്ങനെയാണ് അതനുസരിച്ച് പഠനം പോലെ പരീക്ഷ എന്ന് പറഞ്ഞ പോലെയാണ് കാര്യങ്ങളിരിക്കുന്നത്. പഠനം എങ്ങനെ, അതുപോലെ പരീക്ഷ. ഈ ലോക ജീവിതത്തിൽ നമ്മൾ എന്തുമാത്രം ആത്മാവിൻ്റെ പുണ്യങ്ങളെ നമുക്ക് ലഭിക്കുന്ന പ്രോജക്റ്റുകളിലൂടെ ബാക്കി ബാലൻസ് വെക്കുന്നു. ബാലൻസിങ്, വിശ്വാസത്തിൻ്റെ ശിഷ്ടങ്ങൾ, അവശേഷിപ്പുകൾ. ഒരു പ്രോജക്റ്റ് കഴിഞ്ഞതിന് ശേഷം, ഒരു വലിയ വിഷയം കഴിഞ്ഞതിന് ശേഷം എന്തുമാത്രം വിശ്വാസം അവശേഷിച്ചു എന്നുള്ളതാണ് ദൈവം നോക്കുന്നത്. നമ്മൾ നോക്കുന്നത് ഒരു വിഷയം കഴിഞ്ഞതിന് ശേഷം എങ്ങനെ ആ വിഷയം കഴിഞ്ഞു എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ രണ്ട് നോട്ടവും ഉണ്ട്. രണ്ട് നോട്ടവും, ആ മനുഷ്യൻ്റെ നോട്ടവും പ്രധാനപ്പെട്ടതാണ്, ദൈവത്തിൻ്റെ നോട്ടവും പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ്റെ നോട്ടം ഭൗതികമായിട്ട് ഗുണം ചെയ്യും, ദൈവത്തിൻ്റെ നോട്ടം നിത്യതയെ ഗുണം ചെയ്യും. അതാണ് എൻ്റെ കാര്യങ്ങൾ. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഇപ്പോൾ എന്ത് അവശേഷിക്കുന്നു? ദൈവത്തിൽ ക്രിസ്തുവിനെ എപ്പോഴും രക്ഷകനായി സ്വീകരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അത് ഈ ലോകത്തിൽ വെച്ച് മാത്രമല്ല. ഇപ്പോൾ ഈ ലോകത്തെ സാക്ഷ്യങ്ങൾ തന്നെ നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഞാനത് വിശദീകരിക്കേണ്ട ഒരു കാര്യവുമില്ല. കാര്യം ഡയറക്റ്റ് ഡിവൈൻ ഇൻ്റർവെൻഷൻ എന്ന് പറയുന്ന ലെവലിലാണ് എല്ലാ മിറക്കിൾസും വർക്കൗട്ട് ചെയ്യണത്. ദൈവം നേരിട്ട് ഇടപെട്ട കാര്യങ്ങളാണ്. അപ്പം അതുകൊണ്ട് തന്നെ, പക്ഷേ ഒരു വിഷയം വരണത്, ഇത് ഒത്തിരിയേറെ ഗുണവും ചെയ്യും. ഇഹലോക ജീവിതത്തിൽ അവർക്ക് 100, ആ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർക്കെല്ലാം 100 പോയിൻ്റാണ്. കാര്യം അവരുടെ വിശ്വാസം നന്നായി പ്രത്യേകിച്ച് ഇന്ന് സാക്ഷ്യം പറഞ്ഞവരൊക്കെ ഒരു ഈവൻ്റ് നറേറ്റ് ചെയ്യുകയല്ല ചെയ്തത്, അതിൻ്റെ പ്രോസസ്സ് കൂടി അവർ പറയുന്നുണ്ട്. ഒരു ഈവൻ്റ്, ഒരു സംഭവം അതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണല്ല സാധാരണ സാക്ഷ്യം സംഭവിക്കുന്നത്. പക്ഷേ ഇന്ന് സാക്ഷ്യം പറഞ്ഞ പല ആൾക്കാരും അവരെങ്ങനെയാണ് ആ വിശ്വാസമായി, പ്രത്യാശയായി, ദൈവസ്നേഹമായി അവരുടെ അഗ്നി പരീക്ഷകളിലൂടെ അവർ കടന്നു പോയപ്പോൾ കടുംപിടുത്തം പിടിച്ചെന്ന് പറഞ്ഞവർ, അവരോടുള്ള ദൈവം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് പെരുമാറിയിരിക്കുന്നത്. അത് ചെറിയ ബഡ്ജറ്റുള്ള ജീവിതക്കാരോടും വലിയ ബഡ്ജറ്റുള്ള ജീവിതക്കാരോടും വിശ്വാസത്തോടാണ് ദൈവം മറുപടി പറഞ്ഞത്. ഇപ്പം എനിക്ക് ആ മകൻ പോയില്ലേ, വികാരിച്ചൻ പറഞ്ഞതെന്താ? അവൻ പറഞ്ഞു, ഇനി ഞാൻ ആ സ്ഥലത്തേക്ക് കാല് കുത്തണില്ല എന്ന് പറഞ്ഞില്ലേ മകൻ. അപ്പം ആ നാട്ടിലൊക്കെ വികാരിച്ചന്മാരുടെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അന്ത്യവാക്കാണ്, പിന്നെ അതിന് മാറ്റം ഉണ്ടാകത്തില്ല വാക്കാണ്. അപ്പം അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ എന്നിട്ട് എന്താ, അങ്ങനെ അച്ഛനോട് മകൻ പറഞ്ഞ് കേറത്തില്ലെന്ന് പറഞ്ഞിട്ടും അമ്മ വിശ്വാസം പിന്നെയും നിലനിർത്തി. ആരോട്? പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ആ വിശ്വാസം നിലനിർത്തി. ആ വിശ്വാസം നിലനിർത്തിയതിന് അവരത് നീതീകരിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് പോരാൻ പണമില്ലാതിരുന്നിട്ട് അവരുടെ കമ്മൽ വിട്ട് കാശ് വാങ്ങിച്ചിട്ട്, അവർക്കൊക്കെ മണവാളക്കുറിച്ചിൽ നിന്നൊക്കെ ഇവിടെ എത്തണമെങ്കിൽ 10,000-3,000 രൂപ എങ്ങനെയാലും വരും. അവിടെ നിന്ന് ഇവിടം വരെ എത്തണേ, കന്യാകുമാരി അടുത്തായി സ്ഥലം, അവിടെ നിന്നാണ് സാക്ഷ്യം പറഞ്ഞിരിക്കണവരെ. അപ്പം അവിടെ നിന്ന് ഇവിടം വരെ എത്തണമെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞില്ലേ, എൻ്റെ കയ്യിൽ 1 രൂപ ഇല്ലായിരുന്നു പറഞ്ഞില്ലേ. പിന്നെ എൻ്റെ കയ്യിൽ എന്ത്? എൻ്റെ കയ്യിൽ ഒരു മുതലുണ്ടായിരുന്നെന്ന്. എന്ത് മുതലാ? കാതിലെ കമ്മലാ. അത് ഊരുമ്പോഴൊരു വിശ്വാസമുണ്ട് അതിൻ്റെ പിന്നിൽ. അത് പഴയ അമ്മച്ചിമാർ, ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും അത്രയും പ്രശ്നമില്ല. കാര്യം കമ്മലെന്ന് പറയണത് എല്ലാ ആഴ്ചയിലും മാറണ പ്ലാസ്റ്റിക് സാധനങ്ങളാണ്. സ്വർണ്ണം വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. കാര്യം അവിടെ സാരിയും ബ്ലൗസും അതുപോലെ തന്നെ ചുരിദാർ അനുസരിച്ച് കൊണ്ട് ഫാഷൻസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതൊന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. പഴയ ആൾക്കാർക്ക് ഭയങ്കര സങ്കടമാണ്. അതാണ് എൻ്റെ ആത്മധൈര്യത്തിൻ്റെ വെലോസിറ്റി വർക്ക് ചെയ്യണമെങ്കിൽ പഴയ ആൾക്കാർക്ക് അത് കാത് ഊരിക്കഴിഞ്ഞാൽ അവർ തുണി ഉരിഞ്ഞ പോലെ തോന്നും. അവർക്ക് പുറത്തോട്ട് പോകത്തില്ല. ആൾക്കാർ ചോദിക്കും ഉടനെ, അത് കാതിലെന്തേ എന്ന് ചോദിക്കും. ചോദിച്ചു മടുക്കണ കാരണം അവർ പുറത്തിറങ്ങത്തില്ല.
പഴയ ആൾക്കാരുടെ ഒരു മനസ്സതാ ശരിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അഭിമാനം തന്നെയാണ് വിശ്വാസത്തിന് വേണ്ടി അവർ കൊടുത്തിരിക്കുന്നത്. അഭിമാനം കൊടുത്തിരിക്കുകയാണ്. അഭിമാനം കൊടുത്ത് സമ്പത്തും കൊടുത്ത് വിശ്വാസത്തിന് വേണ്ടി അവർ വ്യയം ചെയ്യാൻ തയ്യാറായി. വിശ്വാസത്തിന് വേണ്ടി വ്യയം ചെയ്യണം. വിശ്വാസത്തിന് വേണ്ടി നമ്മൾ മുതൽ മുടക്കണം. അത് ഈശോയ്ക്കും തോന്നണം സത്യസന്ധമായ കാര്യമാണ് ചെയ്യണമെന്ന്. അങ്ങനെ വന്നപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ കയ്യിൽ നിന്ന് വിട്ടുപോയൊരു സംഭവമുണ്ട്. മകൻ്റെ കാര്യമല്ല, കർത്താവിനറിയാം. അവ 7 ലക്ഷം രൂപ പോയതാ. ശരിക്കും പറഞ്ഞാൽ ആ 7 ലക്ഷം രൂപ അത് ഫേക്ക് വിസയിൽ പോയ സാധനമാണത്. അതിന് തിരിച്ചു പോകണമെന്ന് ഉറപ്പൊന്നുമില്ല. ആ കാശ് പോയതാ. ഈ പാവപ്പെട്ട സ്ത്രീ സഹോദരി അത് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് അവർക്കതിൻ്റെ വിഷമം ഫീൽ ചെയ്യാതിരുന്നത്. പക്ഷെ കർത്താവിന് അതിൻ്റെ വിഷമം ഫീൽ ചെയ്ത്. എനിക്ക് വേണ്ടി കമ്മലൂരിയോളോട് സത്യം ഞാൻ പറയണമല്ല, എനിക്ക് വേണ്ടി കമ്മലൂരിയോളോട് ഞാൻ സത്യം പറയണ്ടേ? അത് കാരണം അവനോട് പറഞ്ഞു, നീ അടിച്ചു മാറ്റിയ കാശ് കൊണ്ട് മര്യാദ കൊടുക്കണമെന്ന് പറഞ്ഞു. ചൂട്ട് പോലെ കൊണ്ട് നീ 6 ലക്ഷം രൂപ കൊടുത്ത്. അത് ഉടമ്പടി ഇല്ലാത്ത കാര്യമാണ്. നമ്മൾ ദൈവത്തോട് സത്യസന്ധത വിശ്വാസത്തിൽ കാണിക്കുമ്പോൾ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയും. എൻ്റെ ദൈവവേദനയിലെ ദൈവം ആരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി തന്നെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിലൂടെ കണ്ടുപോകും. അവനാ മണ്ണിൽ ഞാൻ ചത്താലും കാല് കുത്തുകയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് മാതാവ് ക്ലിപ്പിട്ട് കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത്. ജാമ്യം എനിക്കിപ്പോൾ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. എന്തറിയാമോ? കുറേ ജയിലിൽ നിന്നൊക്കെ ആൾക്കാരെ ഇറക്കണമുണ്ട്. ഞാൻ ചോദിച്ചു എന്താണ് ഉദ്ദേശമെന്ന് ചോദിക്കും. അല്ല, കുറേ ഇപ്പം നമ്മൾ സാക്ഷ്യത്തിൽ കുറേ ജാമ്യക്കാരുണ്ട്. സാക്ഷ്യത്തിൽ ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട്. അവർ സാക്ഷ്യം പറഞ്ഞത് എന്താ പറഞ്ഞിരിക്കണത്? ആ സാക്ഷ്യം എന്താ? അതായത് 11 പേര് ഒരുമിച്ചാണ് പ്രതികൾ. ആ ഒഴിവാക്കാരത്തെ അമ്മച്ചിയും എന്ത് വേദനിച്ചാണ് ആ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കൃപാസനം പത്രം കൊണ്ട് കൊടുത്ത ആൾക്കാർക്ക് പുണ്യം വേറെ കിട്ടും. കാര്യം ആ മനുഷ്യനെ ഇറക്കിയത് അവരല്ല. ആ പത്രം ആരാണ് കൊണ്ടുപോയി ആരുവരെ അമ്മച്ച് കൊടുത്തത് അവർക്കാണ് ഇതിൻ്റെ ഇരട്ടി പുണ്യം. എന്താ കാര്യം എന്നറിയാമോ? പത്രം കൊണ്ട് അവരുടെ സാക്ഷ്യം അവസാനിക്കുന്നത് എങ്ങനെയാണ്? ആ കേസിൽ എല്ലാവരും ശിക്ഷ മേടിച്ചു. നിരപരാധിയാണ് അല്ലേ എന്നൊക്കെ വേറെ വിഷയം. സത്യം പറഞ്ഞ അമ്മ ഈ വിഷയമൊന്നും നോക്കാറില്ല. വിശ്വാസം ഉണ്ടാ മര്യാദയ്ക്ക് ജീവിക്കാൻ തയ്യാറാണെന്ന് നോക്കത്തുള്ളൂ. നിരപരാധി കോടതിയിൽ കേസിലേക്ക് പെടുന്ന എല്ലാവരും നിരപരാധികളൊന്നുമല്ല, അപരാധികൾ തന്നെയാണ്. അമ്മ എന്താ നോക്കണത്? നീ ഇനിയുള്ള ജീവിതത്തിൽ നന്നായി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടാ? നിനക്ക് വിശ്വാസമുണ്ടാ? എന്നാൽ ഞാൻ കഴിഞ്ഞ കാലങ്ങൾ ക്ഷമിക്കുമെന്നാ. 10 ലക്ഷം രൂപ 10 കൊല്ലത്തെ ശിക്ഷയും 1 ലക്ഷം രൂപയുമാണ് ഇപ്പോഴാ ഈ അമ്മച്ചിക്ക് കിട്ടേണ്ടതാണ്. അമ്മച്ചിയുടെ മകനും 10 കൊല്ലത്തെ ശിക്ഷയും 1 ലക്ഷം രൂപയും. ആ കേസിൽ അമ്മച്ചിയുടെ മകൻ്റെ കൂടെ വേറെ ഒരാൾ കൂടി ഊരിപ്പോന്നെന്ന് പറഞ്ഞാൽ സമ്മതിക്കാം. അത് സാധാരണ കേസിൻ്റെ ലെവലിൽ പോകുന്നതാണെന്ന് ഇല്ലല്ലോ. ഉടമ്പടി ചെയ്ത അമ്മച്ചിയുടെ മകനല്ലേ ഊരിപ്പോന്നുള്ളൂ. ഉടമ്പടി ചെയ്ത അമ്മച്ചിയുടെ മകൻ മാത്രമല്ല ആ 10 കൊല്ലത്തെ മറ്റ് 10 പേര് ശിക്ഷിക്കപ്പെടുമ്പോഴേ ഉടമ്പടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് സത്യസന്ധമാണെങ്കിൽ പിന്നെ അമ്മ തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. ഏത് ജഡ്ജി ആയാലും അമ്മയെ നമ്മൾ വിളിക്കുന്നത് അഡ്വക്കേറ്റ് എന്നാണേ. മലയാളത്തിൽ അതെങ്ങനെയാണെന്ന് അറിയത്തില്ല. ലുത്തീനിയയിലുണ്ട് അഡ്വക്കേറ്റ് എന്നാണെന്ന്. അപ്പോൾ എനിക്കറിയാം ഈ ലുത്തീനിയ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നല്ലതാണ്. കാര്യം അമ്മ അനുഗ്രഹങ്ങളെല്ലാം ലുത്തീനിയ ബേസായിരിക്കും. ലുത്തീനിയയിൽ എന്ന് പറയുന്നത് 2000 വർഷങ്ങളായിട്ട് പരിശുദ്ധ അമ്മയെ വിശുദ്ധ കോടികൾ അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങളിൽ നിന്നാണ് ലുത്തീനിയ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് മദർ ഓഫ് ഗ്രേസ്, വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ, ഈ നമ്മുടെ വാഗ്ദാനത്തിൻ്റെ പെട്ടകമാണ് ഉടമ്പടി മാതാവ്. വാഗ്ദാനത്തിൻ്റെ പെട്ടകമേ എന്നുള്ള ലുത്തീനിയയിൽ എത്രയോ വർഷങ്ങളായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ച് പോരുന്നതാണ്. പക്ഷേ അതിൻ്റെ പിന്നൊരു പെട്ടകമുണ്ടെന്നോ അതിൻ്റെ പിന്നൊരു ഉടമ്പടി ഉണ്ടെന്നോ ഉടമ്പടി ചെയ്യുന്നവരോട് പ്രത്യക്ഷപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്മയുണ്ടെന്നൊക്കെ അറിയണത് എങ്ങനെയാണ്? കൃപാസനത്തിൻ്റെ ഇന്നത്തെ ഈ അമ്മമാരെ പ്രത്യക്ഷപ്പെടൽ സഭ പഠിച്ചില്ലെങ്കിൽ അമ്മ പഠിപ്പിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആരെല്ലാം അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ വിശ്വാസം കൊണ്ട് ഏറ്റു പറയുന്നു അവർക്കെല്ലാം വെളിപ്പുറത്ത് അനുഗ്രഹവും അടയാളം കിട്ടുന്നത് ഇതിൻ്റെ അടയാളങ്ങളാണ്. കൈ അടിച്ചു കടത്താണ്.